drop the beat and knock it in it. ഹലോ ഗൈസ്, രാജേഷ് കാര്യാട്ടാണേ. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കശുവണ്ടി പരിപ്പ് ഒറിജിനൽ ആണോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരിത് എങ്ങനെയായിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. ആദ്യമായി അതിനുവേണ്ട ചേരുവകളൊന്നും പരിചയപ്പെടാം. ഗോതമ്പ് പൊടി, കോൺഫ്ലവർ, സസ്യ എണ്ണ, പഞ്ചസാര ലായനി, ഫ്ലേവറിംഗ് കളർ സിറപ്പ്, ബോണ്ടിംഗ് സിറപ്പ് എന്നിവയൊക്കെയാണ് വേണ്ടത്. നമ്മുടെ ഈ ഒരു റെസിപ്പിയിലേക്ക് ആവശ്യമായ മാവ് തയ്യാറാക്കാം. ഇതിലേക്ക് മൈദയും അതുപോലെ തന്നെ മറ്റു ചേരുവകളും ചേർക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ മിക്സ് ആയി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ലായനി ഒഴിക്കുക. അതിനുശേഷം മാവിൽ ആവശ്യത്തിന് കളർ ചേർക്കാം. ഇപ്പൊ നമ്മുടെ മാവ് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഫ്ലേവറുകൾ ഒഴിച്ച് അവസാന ഘട്ടം മിക്സിംഗ് ചെയ്തെടുക്കുക. മിക്സിംഗ് അവസാന ഘട്ടത്തിൽ ആവശ്യത്തിന് മുറുക്കം കിട്ടുന്നതിന് വേണ്ടി ബോണ്ടിംഗ് സിറപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. എല്ലാ ചേരുവകളും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് കൺവെയർ ബെൽറ്റിലേക്ക് പോകും. ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻ പ്രവർത്തിക്കുമ്പോൾ താഴെയുള്ള അണ്ടിപ്പരിപ്പിന്റെ മാതൃകയിലുള്ള മൾട്ടിപ്പിൾ മോൾഡിംഗ് ഡൈയിലേക്ക് മിശ്രിതം ഇവരുടെ നേതൃത്വത്തിലാണ് ഇത് തരംതിരിക്കുന്നത്. തരംതിരിച്ച ശേഷം അളവിനും തൂക്കത്തിനും മാനുഫാക്ചറിംഗ് ഡേറ്റിനും അനുസരിച്ചുള്ള ലേബൽ जीवन भर इस खोज में धोखा खाता रहा इंसान. जीवन भर इस खोज में धोखा खाता रहा इंसान. क्या असली है क्या नकली है, क्या असली है क्या नकली है. നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന ഫാക്ടറിയും സംസ്കരണവും തികച്ചും എന്റെ ഭാവനമാണ്. ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. അണ്ടിപ്പരിപ്പ് ഒരിക്കലും കൃത്രിമമായി ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. അടുത്ത വിശേഷങ്ങളുമായി പിന്നെ കാണാം.